വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന വേദിയിലെ കേന്ദ്ര സർക്കാരിന്റെയും ബി.ജെ.പിയുടെയും രാഷ്ട്രീയ നാടകങ്ങൾക്കെതിരെ വിമർശനം. ചടങ്ങ് അലങ്കോലപ്പെടുത്താൻ സദസ്സിൽ തമ്പടിച്ച ബി.ജെ.പി പ്രവർത്തകർക്കൊപ്പം രാജീവ് ചന്ദ്രശേഖർ വേദിയിലിരുന്ന് മുദ്രാവാക്യം വിളിച്ചു. സംസ്ഥാന മന്ത്രിമാർ ഉൾപ്പെടെ സദസ്സിലിരിക്കുമ്പോൾ ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റിനെ കേന്ദ്രം വേദിയിൽ രാഷ്ട്രീയമായി തിരികെ കയറ്റിയതും രൂക്ഷ വിമർശനത്തിന് ഇടയാക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കായി യാതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും എല്ലാം തങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാരും ബി.ജെ.പിയും നടത്തുന്നത്. കേന്ദ്ര പദ്ധതി എന്ന മട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയ പത്രപരസ്യത്തിനും ഫ്ലക്സ് ബോർഡ് പ്രദർശനത്തിനുമെല്ലാം ശേഷമാണ് ഉദ്ഘാടന വേദിയിലും ബി.ജെ.പി രാഷ്ട്രീയം കളിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ആരൊക്കെ പങ്കെടുക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ലിസ്റ്റ് മറികടന്നാണ് ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെ തിരികെ കയറ്റിയത്. ചടങ്ങ് ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് രാജീവ് ചന്ദ്രശേഖർ വേദിയിൽ ഇടം പിടിച്ചു. അത് പോരെന്ന് തോന്നിയതിനാലാവണം സദസ്സിലിരുന്ന് മുദ്രാവാക്യം വിളിച്ച ബി.ജെ.പി പ്രവർത്തകർക്കൊപ്പം വേദിയിലിരുന്ന് രാജീവ് ചന്ദ്രശേഖരനും മുദ്രാവാക്യം മുഴക്കി. ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയമായി തിരികെ കയറ്റിയ ബി.ജെ.പി നേതാവ് വേദിയിലിരുന്ന് കാട്ടിക്കൂട്ടുന്നത് കണ്ട് സദസ്സിലുള്ളവർ മൂക്കത്ത് വിരൽ വെച്ചു. ബി.ജെ.പിയുടേത് രാഷ്ട്രീയ അല്പത്തമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് വിമർശിച്ചു. വലിയൊരു ശതമാനം മന്ത്രിമാർ സദസ്സിലിരിക്കുമ്പോൾ ഒരു എം.എൽ.എ പോലുമല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എങ്ങനെയാണ് സ്റ്റേജിലിരിക്കുക? ഇത് മലയാളി ചർച്ച ചെയ്യും. എന്തുകൊണ്ടാണ് കേരളത്തിൽ ബി.ജെ.പി വളരാത്തത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ രംഗം. ജനാധിപത്യത്തെ പുച്ഛിക്കുകയും ജനാധിപത്യത്തിന് ലെവലേശം വില കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. മലയാളി പൊറുക്കും. അത് മലയാളിക്ക് പൊറുക്കാൻ പറ്റുന്ന കാര്യമാണോ? ഇതൊരു ശരിയായ രീതിയാണോ? ഇത് പരിശോധിക്കപ്പെടണം. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ജനാധിപത്യ അർത്ഥത്തെ അട്ടിമറിക്കാൻ വേണ്ടി നേതൃത്വപരമായ പങ്ക് വഹിച്ചു എന്ന് ഇന്ന് നാട് ചർച്ച ചെയ്താൽ അതിനെ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. ചടങ്ങിൽ ബി.ജെ.പി അനുകൂല മുദ്രാവാക്യങ്ങൾ വിളിക്കാനും ആവശ്യാനുസരണം കൂവാനും നിരവധി വാഹനങ്ങളിൽ ബി.ജെ.പി പ്രവർത്തകരെ രാവിലെ തന്നെ എത്തിച്ചിരുന്നു. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ പിതൃത്വം സ്വന്തമാക്കാനുള്ള പാഴ്ശ്രമങ്ങളായിരുന്നു എല്ലാം. എന്നാൽ യുക്തിക്കു നിരക്കാത്ത ഇത്തരം പ്രവൃത്തികളിലൂടെ ബി.ജെ.പിയുടെ രാഷ്ട്രീയ പൊള്ളത്തരമാണ് തുറന്നുകാട്ടപ്പെടുന്നത്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ ക്രെഡിറ്റ് സ്വന്തം അക്കൗണ്ടിലെത്തിക്കാനുള്ള പാഴ്ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാരും ബി.ജെ.പിയും നടത്തുന്നതെങ്കിലും അവരുടെ രാഷ്ട്രീയ പാപ്പരത്വമാണ് ജനങ്ങൾക്ക് മുന്നിൽ വെളിവാകുന്നത്. കമലേഷ് തെക്കേക്കാട്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.